നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിൽ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യ പുറത്തേക്ക് പോവുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നു. അതായത് 3 വർഷം നീണ്ടുനിന്ന ഒരു ടേമിൽ മുഖ്യമന്ത്രിക്ക് ഇനിയും 2 വർഷം ബാക്കി നിൽക്കെ കർണാടക മുഖ്യമന്ത്രി രാജിവെക്കുകയാണ്. പാർട്ടിയിലുണ്ടായിരുന്ന അധികാര വടംവലിക്കൊടുവിലാണ് മുഖ്യമന്ത്രി പദം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നഷ്ടമാകുന്നത്. തന്ത്രങ്ങളുടെ രാജകുമാരനാണ് സിദ്ധരാമയ്യ. രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് പേരുകേട്ട വ്യക്തിത്വം. 2013 കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഒടുവിലായി നടക്കുന്നത്. അവിടെ അധികാരത്തിൽ ഉണ്ടായിരുന്നത് BJP ആയിരുന്നു. BJPയെ അധികാരത്തിൽ നിന്ന് വലിച്ച് താഴെയിറക്കി വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കർണാടകയിൽ BJP 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയത്. അതായത് ആ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ക്രെഡിറ്റും തനിക്കാണ് എന്ന് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാനാണ് അന്നത്തെ KPCC അധ്യക്ഷനായ DK ശിവകുമാർ ശ്രമിച്ചത്. അന്ന് അദ്ദേഹം കളം നിറഞ്ഞ് കളിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ ക്യാമ്പയിൻ ലീഡ് ചെയ്തത് DK ശിവകുമാർ തന്നെയായിരുന്നു. DK ശിവകുമാറിൻ്റെ ഒരു പ്രവർത്തന ശൈലിയാണ് അധികാരത്തിലേക്ക് കോൺഗ്രസിനെ തിരികെ കൊണ്ടുവന്നത് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനവും തനിക്ക് തന്നെയാകണമെന്ന് DK ശിവകുമാർ ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിനെ പരമാവധി പ്രീതിപ്പെടുത്താനുള്ള നീക്കങ്ങളും തന്ത്രങ്ങളുമാണ് DK ശിവകുമാർ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുമ്പോൾ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ DK ശിവകുമാർ നടത്തിയത്. സിദ്ധരാമയ്യ നടത്തിയ നീക്കങ്ങളെക്കാൾ വേഗതയിൽ ഹൈക്കമാൻഡിനെ പ്രീണിപ്പിക്കാനുള്ള നീക്കങ്ങൾ അന്ന് DK ശിവകുമാർ നടത്തിയിരുന്നു. എന്നാൽ ഇത്തരം നീക്കങ്ങളിൽ DK ശിവകുമാർ വ്യാപൃതനായിരുന്നപ്പോൾ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ രാജകുമാരനായ സിദ്ധരാമയ്യ ചെയ്തത് MLA-മാരെ പ്രീതിപ്പെടുത്തുക എന്നതായിരുന്നു. DK ശിവകുമാർ ഹൈക്കമാൻഡിനെ പ്രീതിപ്പെടുത്തിയപ്പോൾ സിദ്ധരാമയ്യ MLA-മാരെ നേരിൽ കണ്ട് ചർച്ച നടത്തി. ഒടുവിൽ പാർലമെന്ററി കമ്മിറ്റി വിളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ MLA-മാരുടെ ഭൂരിപക്ഷം കിട്ടിയത് സിദ്ധരാമയ്യയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് DK ശിവകുമാർ തന്നെയാകണം മുഖ്യമന്ത്രി എന്ന ഒരു താല്പര്യമുണ്ട് എങ്കിൽ പോലും ഹൈക്കമാൻഡിന് DK ശിവകുമാറിന് മുഖ്യമന്ത്രി പദം നൽകാൻ കഴിഞ്ഞില്ല. കാരണം ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ സിദ്ധരാമയ്യയ്ക്കാണ്. സിദ്ധരാമയ്യയുടെ ആ രാഷ്ട്രീയ തന്ത്രം വിജയിച്ചു. DK ശിവകുമാറിനെ കടത്തി വെട്ടിക്കൊണ്ട് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി. അന്ന് സിദ്ധരാമയ്യ MLA-മാരുടെ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ പെട്ടെന്ന് തനിക്ക് മുഖ്യമന്ത്രി ആകണമെന്ന അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. ഭൂരിഭാഗം MLA-മാരും തനിക്കൊപ്പമാണ് എന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ നിന്ന് നെഞ്ചുവിരിച്ചു പറഞ്ഞു. മാത്രമല്ല താൻ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്, കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിരുന്നു, ഇനിയൊരിക്കൽ കൂടി മുഖ്യമന്ത്രി ആകാനുള്ള അവസരം നിഷേധിക്കരുത് എന്നാണ് അന്ന് ഹൈക്കമാൻഡിനോട് സിദ്ധരാമയ്യ പറഞ്ഞത്. ഹൈക്കമാൻഡിന് അത് കേൾക്കാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു. ഒടുവിൽ പേര് വന്നപ്പോൾ പേര് സിദ്ധരാമയ്യയുടേത് തന്നെ. അങ്ങനെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറ്റവും ഒടുവിലായി സിദ്ധരാമയ്യ എത്തുന്നത്. തന്ത്രങ്ങളിൽ മറുതന്ത്രം മെയ്ത് DK ശിവകുമാറിനെ മലർത്തിയടിക്കുന്ന സിദ്ധരാമയ്യയാണ് നമ്മൾ 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കാണുന്നത്. 2.5 വർഷത്തിന് ശേഷം പാവം DK ശിവകുമാറിന് ഒന്ന് മാറിക്കൊടുക്കണം എന്ന് ഹൈക്കമാൻഡ് അപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് അപ്പോൾ നോക്കാം എന്നായിരുന്നു സിദ്ധരാമയ്യ നൽകിയ മറുപടി. 2.5 കൊല്ലം എന്നുള്ളതിന് 2 കൊല്ലം കഴിഞ്ഞപ്പോഴേ വീണ്ടും DK ശിവകുമാർ തന്ത്രങ്ങൾ അല്ലെങ്കിൽ സിദ്ധരാമയ്യയെ പുറത്താക്കാനുള്ള കരുക്കൾ നീക്കി തുടങ്ങി. പക്ഷേ ആ നീക്കങ്ങളിലൊന്നും സിദ്ധരാമയ്യയെ വീഴ്ത്താൻ കഴിഞ്ഞില്ല. 2.5 വർഷം കഴിഞ്ഞാലും താൻ ഇറങ്ങില്ല. താൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് 5 വർഷത്തേക്കാണ്. 5 വർഷവും താൻ മുഖ്യമന്ത്രിയായി തുടരും, വേണമെങ്കിൽ 3 വർഷം കഴിഞ്ഞൊന്ന് നോക്കാം എന്നായിരുന്നു പിന്നീട് സിദ്ധരാമയ്യ പറഞ്ഞത്. 3 വർഷം കഴിഞ്ഞപ്പോഴും സിദ്ധരാമയ്യ മാറണം എന്നാവശ്യപ്പെട്ടപ്പോൾ തനിക്ക് MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് തന്നെയായിരുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നായിരുന്നു അന്ന് സിദ്ധരാമയ്യ പറഞ്ഞത്. കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടക്കുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനത്ത് ഒരു നേതൃമാറ്റം അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നാണ് അന്ന് സിദ്ധരാമയ്യ പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ സിദ്ധരാമയ്യയ്ക്ക് അനുകൂലമായില്ല. കാര്യങ്ങളെല്ലാം DK ശിവകുമാറിന് അനുകൂലമായി വരികയായിരുന്നു. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ ഉണ്ടായിട്ടും ഒരു നേതാവിന് മുഖ്യമന്ത്രി പദം നിഷേധിക്കുന്നത്. കേരളത്തിലെ MLA-മാരുടെ പിന്തുണ മുഴുവൻ KC വേണുഗോപാൽ
വേണുഗോപാലിനായിരുന്നു. സീനിയോറിറ്റി ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. ഇത് രണ്ടും മറികടന്നുകൊണ്ട് പൊതു താല്പര്യം എന്ന് പറയുന്ന ഒരു മാനദണ്ഡം, അത്ര വ്യക്തമല്ലാത്ത ഒരു മാനദണ്ഡം, ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുക എന്ന് കോൺഗ്രസിന് ഒട്ടും പരിചിതമില്ലാത്ത ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് കേരളത്തിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത്. ഇത് ഡി കെ ശിവകുമാറിന് ഇന്ധനം നൽകുകയായിരുന്നു. MLA-മാരുടെ പിന്തുണയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചത് താനാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലും തുടർഭരണം നേടാൻ തനിക്ക് കഴിയും എന്ന് ഉറപ്പിച്ച് ഡി കെ ശിവകുമാർ ഹൈക്കമാൻഡിന് മുന്നിൽ പറഞ്ഞു. അതോടുകൂടി ഹൈക്കമാൻഡിന് സിദ്ധരാമയ്യയെ മാറ്റാതെ തരമില്ല എന്ന നിലയിലേക്ക് വന്നു. പക്ഷെ അപ്പോഴും താൻ ഒരിക്കലും കളമൊഴിയില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സിദ്ധരാമയ്യ. സിദ്ധരാമയ്യയ്ക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്യപ്പെട്ടു. രാജ്യസഭാ സീറ്റുമായി നേരെ കേന്ദ്രത്തിൽ പാർട്ടിയുടെ OBC മുഖമായി മാറണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത് നിഷേധിക്കുകയാണ് സിദ്ധരാമയ്യ ചെയ്തത്. മുഖ്യമന്ത്രി പദം എന്നതിൽ കുറച്ചൊന്നും തനിക്ക് വേണ്ട എന്നാണ് ഈ സിദ്ധരാമയ്യ അന്ന് പറഞ്ഞത്. പക്ഷെ ഏറ്റവും ഒടുവിലായി രാഹുൽ ഗാന്ധി കണ്ണുരുട്ടുന്നു. ഇറങ്ങിപ്പോകണമല്ലെങ്കിൽ പുറത്താക്കും എന്ന ഒരു ഭീഷണിയുടെ സ്വരം വരുന്നു. കാരണം സിദ്ധരാമയ്യയുടെ പക്കൽ അല്ലെങ്കിൽ സിദ്ധരാമയ്യക്കെതിരെ ധാരാളം അഴിമതി കേസുകളടക്കം ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്താക്കാൻ തങ്ങൾക്കറിയാം, നാണം കെട്ട പുറത്താക്കലിലേക്ക് പോകരുത് എന്ന ഒരു കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് ഈ സിദ്ധരാമയ്യയ്ക്ക് നൽകുകയായിരുന്നു. അതിനെ തുടർന്ന് സിദ്ധരാമയ്യ വീണ്ടും കളം മാറ്റി ചവിട്ടുന്നു. താൻ മുഖ്യമന്ത്രി പദം ഒഴിയാം, തനിക്ക് മുഖ്യമന്ത്രി പദം വേണ്ട, MLA ആയിരുന്നാൽ മതി, പക്ഷെ പകരം വരുന്നത് ഡി കെ ശിവകുമാർ ആകരുത് എന്നുറപ്പിക്കാനുള്ള കളികളും പിന്നീട് സിദ്ധരാമയ്യ കളിച്ചു. ഒരു കാരണവശാലും ഡി കെ ശിവകുമാറിൻ്റെ മുഖ്യമന്ത്രി പദം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സിദ്ധരാമയ്യയും സിദ്ധരാമയ്യയ്ക്കൊപ്പമുള്ള MLA-മാരും നിലപാടെടുത്തു. അതായത് ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി വരട്ടെ, വേണമെങ്കിൽ ഖാർഗെയെ പോലും കൊണ്ടുവന്നോളൂ, ഖാർഗെയെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ആ സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ ഖാർഗെ സംസ്ഥാനത്തേക്ക് വന്നാൽ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെയും നിങ്ങൾക്ക് പരിഗണിക്കാം. അങ്ങനെ ഒരു തന്ത്രമടക്കം നേരത്തെ സിദ്ധരാമയ്യ സ്വീകരിച്ചിരുന്നു. പക്ഷെ ഏറ്റവും ഒടുവിലായി അതെല്ലാം തള്ളിക്കളയുകയാണ്. ഇപ്പോൾ ഡി കെ ശിവകുമാർ തന്നെയാകും മുഖ്യമന്ത്രി എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. നിറകണ്ണുകളോടുകൂടിയാണ് വാർത്താ സമ്മേളനം നടത്തി സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞത്. എന്തായാലും കനത്ത സമ്മർദ്ദത്തിന് ഒടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു നേതൃമാറ്റം കർണാടകയിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് പാർട്ടിയെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാർട്ടി തോൽവിയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു സംസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വലിയ ഭരണവിരുദ്ധ വികാരത്തെ നേരിടേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നേതൃമാറ്റം തീർച്ചയായും ഒരു പരിഹാര മാർഗമാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാതെ ഒരു നേതൃമാറ്റം തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നടത്തിയാൽ അത് പാർട്ടിക്ക് എന്ത് തരത്തിലുള്ള ഫലമാണ് ഉണ്ടാക്കുക എന്നത് കർണാടകയിൽ ഇനി കണ്ടു തന്നെ അറിയണം. കാരണം കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കർണാടകയിൽ തുടർഭരണം നേടാനാകുമോ എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് ഡി കെ ശിവകുമാർ ഹൈക്കമാൻഡിന് നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. എന്തായാലും ഇതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. നേതൃമാറ്റം വേണമോ വേണ്ടയോ എന്നൊക്കെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് തീരുമാനിക്കാം. MLA-മാരുടെ പിന്തുണ കണക്കാക്കണോ, ജനകീയ അടിത്തറ കണക്കാക്കണോ, അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങണോ എന്നൊക്കെ കോൺഗ്രസിന് സ്വന്തം പാർട്ടിയുടെ കാര്യമാണ്, അവർക്കത് തീരുമാനിക്കാം. പക്ഷേ ഇവിടെ ഒരു വലിയ മറ്റൊരു പ്രശ്നമുണ്ട്. അതായത് രാഹുൽ ഗാന്ധി ഒട്ടേറെ അബദ്ധങ്ങൾ നമ്മുടെ പാർലമെന്റിലും പൊതുസമൂഹത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാർലമെന്റിൽ വെച്ച് പറഞ്ഞ ഒരു അബദ്ധമാണ് ഈ നിർമ്മല സീതാരാമനോടൊപ്പം തന്നെ കേന്ദ്ര ബഡ്ജറ്റ് തയ്യാറാക്കി ഹൽവ കഴിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുടെ ഫോട്ടോ അത് ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചത് ഇതിലെത്ര OBC-കാരുണ്ട് എന്നാണ്. അതായത് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ OBC-കാരോട് അന്യായം കാണിക്കുന്നുവെന്നും അനീതി കാണിക്കുന്നുവെന്നും ഈ സർക്കാർ ഉദ്യോഗസ്ഥരിൽ പോലും OBC-കാരില്ല എന്നുമൊക്കെയുള്ള ആന മണ്ടത്തരം അന്ന് പാർലമെന്റിൽ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധി ഒരു കാരണവുമില്ലാതെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്ന, കണ്ണുരുട്ടി കാണിച്ച് ചവിട്ടി പുറത്താക്കിയിരിക്കുന്ന, കരഞ്ഞുകൊണ്ട് അധികാര കസേര ഒഴിയേണ്ടി വന്ന മുഖ്യമന്ത്രിയും ഒരു OBC-കാരനാണ്.